എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്സ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ഒരു 5 to 7 ലിപ്സ്റ്റിക്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സ് ആണ്. ആൻഡ് എനിക്ക് എൻ്റെ ഒരു സ്കിൻ ടോണിന് എനിക്ക് സ്യൂട്ടബിൾ ആണ് എന്ന് തോന്നുന്ന കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പൊട്ടുകുത്തിയില്ല ഗൈസ്. കാണുന്നില്ല ആക്ച്വലി, എന്നാലും അപ്പോൾ ഫസ്റ്റ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് മേബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതാണ് ലിപ്സ്റ്റിക്ക്, കാണുന്നുണ്ടോ ഗൈസ്? അയ്യോ, ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പം കുറേ ആയിട്ടാണ് ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം മേടിച്ചിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. ഞാൻ സ്റ്റോറിൽ പോയിട്ട് മേടിച്ചതാണ്, നൈക്കയുടെ സ്റ്റോറിൽ എന്തോ പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ സെക്കൻഡ് വൺ ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ഇതിന് മുന്നേ മേടിച്ചത് ഇതാണ്. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ സെക്കൻഡ് വൺ മേടിച്ചത്. എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്സിൽ ഒരെണ്ണമാണ് കേട്ടോ. ഇതൊരു റെഡ് ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും പറ്റുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നമുക്ക് കുറച്ച് എന്തെങ്കിലും പാർട്ടി അല്ലെങ്കിൽ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ബിക്കോസ് ഇത് കുറച്ച് ബോൾഡായിട്ട് അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡിവൈൻ റെഡ് ആണ്. 695 ഡിവൈൻ റെഡ് മേബിലിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. 695 ഡിവൈൻ റെഡ് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡാണ് ഇത്. ഞാൻ എല്ലാത്തിൻ്റെയും ഓൺലൈനായിട്ടുള്ള ലൈക്ക് ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. കമ്മ്യൂണിറ്റിയിലും കൊടുക്കാം കേട്ടോ. എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ഉണ്ട്, അവിടെയും ഞാൻ കൊടുക്കാം. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇത് നല്ല ഷെയ്ഡാണ്. അപ്പോൾ ഞാനിതൊന്ന് നമുക്കിതൊന്ന് ഇട്ട് നോക്കാം. നല്ല ഷെയ്ഡല്ലേ ഇത്? ഒരു റെഡ്, ഒരു മെറൂൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഡാർക്ക് ആക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ്. കുറച്ചും കൂടെ ഇടുകയാണെങ്കിൽ നല്ല എന്താ പറയുക, കുറച്ചും കൂടെ ഒരു ഡാർക്കായിട്ട് ലൈക്ക് കുറച്ചുകൂടെ ബോൾഡായിട്ട് തോന്നും. സോ ഇതാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് നല്ല ലിപ്സ്റ്റിക്ക്. ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് എല്ലാം നമുക്ക് കുറച്ചുകൂടി സ്മൂത്ത് ആണല്ലോ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. ആൻഡ് ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല, ഇടയ്ക്കിടയ്ക്ക് റീഅപ്ലൈ ചെയ്യണം. പക്ഷെ എന്നാലും ഇത് നല്ല കൺസിസ്റ്റൻസിയാണ്. ആൻഡ് ഓൾസോ നല്ല ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. അപ്പോൾ നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ നൈക്കയുടെ ചായ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. 18 ചായ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. നല്ല ലിപ്സ്റ്റിക്കാണ്, നല്ല ഷെയ്ഡാണ്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് സെക്കൻഡ് വൺ. നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് വരുന്നത്. ഇത് കുറച്ചൊരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇത് കുറച്ച് ലിപ്പ് ലൈനൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തേർഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് സുഡിയോൻ്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിന് ലിങ്ക് ഒന്നുമില്ല, ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് ഏതാന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ഷെയ്ഡ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് വന്നിട്ട് സുഡിയോൻ്റെ ബെറി ക്രഷ് B1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതാണ് കേട്ടോ ലിപ്സ്റ്റിക്ക്. ഇങ്ങനത്തെ വരുന്നത്. ഇത് കുറച്ച് മെസ്സിയാണ് ഇതിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ, പെട്ടെന്ന് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ആവും. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കണേ. ഇതിന് 99 രൂപയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിന്. ഇത് അത്യാവശ്യം നല്ല ലിപ്സ്റ്റിക്കാണ്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. അതുപോലെ തന്നെ കുറച്ചധികം ലോങ് ലാസ്റ്റിംഗ് ആണ്. നല്ല ഫിനിഷ് തരുന്ന ഒരു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഷെയ്ഡും കൂടെയാണ് കേട്ടോ. നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് തന്നെയല്ലേ,
തേർഡ് വൺ ഇതാണ് കേട്ടോ ലിപ്സ്റ്റിക്ക്. ഇത് വന്നിട്ട് സുഡിയോൻ്റെ ആണ്. ബെറി ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. സുഡിയോ ഓൺലൈൻ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള സ്റ്റോറിൽ പോയിട്ട് ലിപ്സ്റ്റിക്കിൽ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്യാൻ നല്ല ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും പറ്റുന്ന ഒരു ഷെയ്ഡാണ്, ഡെയിലി യൂസ് പറ്റുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക് അല്ലല്ലോ, ബുള്ളറ്റ് ലിപ്സ്റ്റിക് കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. സോ ദിസ് ഈസ് അവർ തേർഡ് ലിപ്സ്റ്റിക്. ഓക്കെ, സോ നെക്സ്റ്റ് ലിപ്സ്റ്റിക് വന്നിട്ട് മെയ്ബലിൻ്റെ സൂപ്പർ സ്റ്റേ റേഞ്ചിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതെല്ലാവർക്കും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഇത് വന്നിട്ട് മെയ്ബലിൻ്റെ ലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്. പക്ഷേ ഇത് കുറച്ച് ഫെയർ സ്കിൻ ടോണിന് പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്, അല്ലെങ്കിൽ ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് കുറച്ച് ഫെയർ സ്കിൻ ടോണിന് പറ്റുന്നതാണ്. അപ്പോൾ നമ്മളൊരു ലിപ്പ് ലൈനറൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ഇടുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. സോ അപ്പോൾ ഞാനൊരു ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ലിപ്പ് ലൈനർ. ഇത് അങ്ങനെ ബ്രാൻഡഡ് ഒന്നും അല്ല, ഇത് ഞാൻ നോർമലി ഒരു സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ബ്രാൻഡിങ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇത് നല്ലൊരു ലിപ്പ് ലൈനറാണ്, അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അതെല്ലാവരും ചോദിക്കണേ ഷെയ്ഡ് ഏതാന്ന്. സോ നമ്മൾ ലിപ്പ് ലൈനർ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഇങ്ങനെ സ്മഡ്ജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് കുറച്ചുകൂടെ ഭംഗിയാണ്, കുറച്ചുകൂടെ ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. നല്ല മണം, ചോക്ലേറ്റിന് മണം ഈ ലിപ്സ്റ്റിക്കിന്. ഇത് കഴിക്കാൻ തോന്നുന്ന ലിപ്സ്റ്റിക് ആണ് ഗൈസ്. നമുക്ക് ഇതിട്ട് കൊടുക്കാം. ശരിയായോ? കണ്ണാടിയുടെ മുന്നിലല്ല, മറ്റേ ക്യാമറയുടെ മുന്നിലാണെങ്കിൽ കാണുന്നില്ല. അതിനുമാതിരി ഇതൊരു പിങ്ക് പോലത്തെ ഷെയ്ഡാട്ടോ. സോ ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ്. ഇത് കുഴപ്പമില്ല, ഇത് മേടിച്ചപ്പോൾ കുറച്ച് ഇങ്ങനെ ഫെയർ സ്കിൻ ടോണിന് പറ്റുന്ന നമുക്ക് എൻ്റെ സ്കിന്നിന് പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്കിത് ലിപ്പ് ലൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ദ ലിപ്സ്റ്റിക് ഷെയ്ഡ്. എൻ്റെ അടുത്ത് മാളിരിക്കണേ, ഞാൻ കാണിച്ചു തരട്ടെ അവളെ. അവളെ നിന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് വൺ. അല്ല, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ലിപ്സ്റ്റിക്. ഇനി നെക്സ്റ്റ് ലിപ്സ്റ്റിക് വന്നിട്ട് മാമാഅർത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് വന്നിട്ട് റേസിൻ പഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് എൻ്റെ സെക്കൻഡ് ലിപ്സ്റ്റിക് ആണിത്. ഇത് വന്നിട്ട് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ നല്ലൊരു ഒറ്റ തവണ നമ്മളിങ്ങനെ സ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഷെയ്ഡ് വരും കേട്ടോ. അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. മാമാഅർത്തിൻ്റെ ഈ ഒരു ഷെയ്ഡ് നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ടോ? ഇത്രയും മതി. ഒറ്റ തവണ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷെയ്ഡ് വരും. നല്ലൊരു റെഡ് കളർ പോലത്തെ ഒരു ലിപ്സ്റ്റിക് ആണിത്. ഇത് നല്ല ഷെയ്ഡാണ്. ഇത് എല്ലാ സ്കിൻ ടോണിനും പറ്റുന്നൊരു കളറാണ്. ആൻഡ് ഓൾസോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെക്കൻഡ് വൺ ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങി. ഫസ്റ്റ് വണ്ണ് ഞാൻ യൂസ് ചെയ്തിട്ട് സെക്കൻഡ് വൺ പർച്ചേസ് ചെയ്തു. അത് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഇതൊരു റെഡ് അല്ല, റെഡും പ്ലസ് ഒരു പിങ്ക് പോലത്തെ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതും നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ മാമാഅർത്തിൻ്റെ തന്നെ കുറച്ചധികം ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം അടിപൊളിയാണ്. എല്ലാം ഇതുപോലെ തന്നെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ്. പിന്നെ ഒറ്റ സ്പാച്ചിൽ തന്നെ നമുക്ക് നല്ല പോലെ പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ട് ലിപ്സ്റ്റിക്കിന്. അപ്പോൾ അതിൻ്റെ ഞാൻ കുറച്ചധികം ഷെയ്ഡ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ കാണിച്ചു തരാം. മാമാഅർത്തിൻ്റെ മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആണ്. ഈ ഒരു ലിപ്സ്റ്റിക് ഇസ് എൻറിച്ച്ഡ് വിത്ത് അവകാഡോ ഓയിൽ ആൻഡ് വൈറ്റമിൻ ഇ. ഒറ്റ സ്റ്റോക്ക് അപ്ലിക്കേഷനിൽ തന്നെ 12 hours ലോങ് സ്റ്റേ തരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. സ്മഡ്ജ് പ്രൂഫ് ആണ്. അതുപോലെ തന്നെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും എവറി ഡേ യൂസിന് പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇന്ത്യൻ സ്കിൻ ടോൺസിന് ചേരുന്ന 17 ബ്യൂട്ടിഫുൾ വൈബ്രന്റ് ഷെയ്ഡ്സിൽ ഈ ഒരു ലിപ്സ്റ്റിക് അവൈലബിൾ ആണ്. പിങ്ക് ടുലിപ്സ്,
കാർണേഷൻ ന്യൂഡ്, മെലൺ റെഡ്, രാസ്ബെറി റെഡ്, പീച്ച് ന്യൂഡ്, ഗ്രേപ്പ് ഫ്രൂട്ട് പിങ്ക്, ഹേസൽനട്ട് ബ്രൗൺ, റേസിൻ പഞ്ച്. ഇത്രയും ഷെയ്ഡ്സ് ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. എല്ലാം അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. അതുപോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നോൺ ഡ്രൈയിങ് ഫോമുലയാണ്. നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് എവറിഡേ യൂസിന് പറ്റിയ ലിപ്സ്റ്റിക്സ് ആണ്. ഹാംഫുൾ കെമിക്കൽസോ ടോക്സിൻസോ ഒന്നുമില്ലാത്ത പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവറിഡേ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് മാമാഅർത്ത്. അപ്പോൾ നമ്മൾ ഓരോ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴും ഓരോ ചെടി നട്ടുപിടിപ്പിക്കുന്നുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അവർ. മാമാഅർത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സും മാമാഅർത്തിൻ്റെ വെബ്സൈറ്റിലും ആപ്പിലും ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പേർപ്പിൾ ആൻഡ് നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോഴ്സിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള AGP 2021 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും. ഈ ഷെയ്ഡ് നല്ല രസമില്ലേ ഗൈസ്? ശരിക്കും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു കളർ, ഒരു പിങ്കോ റെഡോ. നമ്മൾ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ഇടുമ്പോൾ നമുക്ക് റെഡായിട്ട് തോന്നും, കുറച്ച് കഴിയുമ്പോൾ അത് പിങ്ക് പോലെ തോന്നും. അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഈ ഒരു ഷെയ്ഡ് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാ സ്കിൻ ടോണിനും പറ്റുന്ന ഒരു ഷെയ്ഡാണെന്ന് എനിക്ക് തോന്നണേ. എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഷെയ്ഡ്സ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റേസിൻ പഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് വരും. ഏതെങ്കിലും ഷെയ്ഡ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റേസിൻ പഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് നോൺ ട്രാൻസ്ഫർ ലിപ്സ്റ്റിക്കാണ്. മാർസിൻ്റെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഞാൻ ഓൾറെഡി ഇതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു റിമൂവറും നല്ലപോലെ ലിപ്സ്റ്റിക് റിമൂവറൊക്കെ വെച്ചിട്ട് ചെയ്യണം. അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണ്. കുറേ നേരം നിൽക്കട്ടെ ഈ ഒരു ലിപ്സ്റ്റിക്ക്. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. റീഅപ്ലൈ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം. കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യും. എന്തൊരു മാറ്റ് ഫിനിഷ് പോലെ തോന്നുന്നില്ലേ? നല്ലൊരു നൈസ് ആണ്. പിന്നെ എപ്പോഴും ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും നിങ്ങൾ ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യണം. അതായത് ലിപ് ബാം യൂസ് ചെയ്യണം കേട്ടോ. നല്ല ഏതെങ്കിലും ഒരു ബ്രാൻഡ് ലിപ് ബാം യൂസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വൺസ് ഇൻ എ വീക്കൊക്കെ നിങ്ങളൊന്ന് ലിപ് സ്ക്രബ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ലിപ്സ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ലിപ് സ്ക്രബ് ചെയ്യണം. എപ്പോഴും ഇങ്ങനെ മോയ്സ്ചേർഡ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും തോന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നല്ല ഡ്രൈനെസ് ഫീൽ ചെയ്യും ലിപ്സിന്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാ ലിപ്സ്റ്റിക്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുക്കാം. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുക്കാം. ലിങ്കായിട്ടായിരിക്കും. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ഷെയ്ഡും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.